നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാ ലീഗയിൽ ഇന്ന് FC ബാഴ്സലോണ റയൽ സോസിഡാഡുമായിട്ട് കളിക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ആ കളി. ഈ കളിക്ക് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും കുറഞ്ഞ മിനിറ്റുകളെങ്കിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് യമാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എല്ലാവരും കൺവിൻസ്ഡ് ആണ്, ഇതാണ് ലാമിനെ തിരികെ എത്താനുള്ള റൈറ്റ് മൊമെൻ്റ് എന്ന്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, അവൻ നാളത്തെ കളിക്കൊരു ഓപ്ഷനാണ്. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്. സോ ലാമിനില്ലാതെയും കഴിഞ്ഞ കളികൾ ബാഴ്സലോണ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ലാമിനുണ്ടാകുമ്പോൾ ടീമിനത് കൂടുതൽ കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അപ്പോൾ ലാമിൻ യമാലിൻ്റെ സാന്നിധ്യം ഇന്ന് അവരുടെ പ്രകടനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ടീമിനെ അലട്ടുന്നുണ്ട്. റാഫിജ പരിക്കേറ്റ് പുറത്താണ്. അതുപോലെ ഇപ്പം ഗോൾ കീപ്പർ ജോൻ ഗാർഷ്യ പരിക്കേറ്റ് ശസ്ത്രക്രിയയും കഴിഞ്ഞ് കിടപ്പാണ്. സോ പകരം ആര് എന്നതിന് ഉത്തരമുണ്ട്. ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് ഗാർഷ്യയുടെ ആബ്സെൻസ് ടീമിനൊട്ടും നല്ലതല്ല, അവൻ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനോ വീടൊക്കെതിരെയുള്ള കളിക്കിടയിൽ തന്നെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കളികളും ഷെസ്നി ഗോൾ കീപ്പറായിട്ടാണ് ജയിച്ചു കയറിയത്. 3 കിരീടങ്ങളും അദ്ദേഹം ഗോൾ വല കാത്തിട്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട്. സോ ഹീസ് എ ഗ്രേറ്റ് ഗോൾ കീപ്പർ, എ ഗ്രേറ്റ് പേഴ്സൺ ആൻഡ് ഐ ഹാവ് നോ ഡൗട്ട്സ് അബൌട്ട് ഹിം എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.